യൂട്യൂബ് ചാനൽ സ്പൂൺ ആൻഡ് സ്കെച്ച് വിത്ത് അഖില. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് സദ്യയിലെ മറ്റൊരു വിഭവമായിട്ടാണ്. പുളിയിഞ്ചിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇഞ്ചും പുളി എന്നും പലയിടത്തും പറയാറുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇഞ്ചും പുളി അല്ലെങ്കിൽ പുളിയിഞ്ചി ഉണ്ടാക്കുന്നത് നോക്കാം. ഓക്കെ, ഇതിനായി ആവശ്യമായിട്ടുള്ളത് ഒരു ചെറിയ ബൗൾ നിറയെ വളരെ ചെറുതായി അരിഞ്ഞിട്ടുള്ള ഇഞ്ചി, അതുപോലെ തന്നെ ആ വലുപ്പത്തിലുള്ള ബൗളിൽ പുളിയെടുത്ത് അതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ച് മെൽറ്റ് ആക്കിയതിനു ശേഷം ചൂടാറിയതിന് ശേഷം കൈവച്ച് നന്നായി പിഴിഞ്ഞെടുത്ത് പുളിവെള്ളം നമുക്ക് ആവശ്യമാണ്. അത് നല്ല തിക്കായിട്ട് പിഴിഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു പരുവത്തിൽ വെള്ളം ആഡ് ചെയ്തിട്ട് ഈ ഒരു തിക്നെസ്സിൽ എടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത്, ഒരു തണ്ട് കറിവേപ്പില, 5 ഉണക്കമുളക്, 3 പീസ് ശർക്കര, മഞ്ഞൾപ്പൊടി, ഉലുവപ്പൊടി, മുളക് പൊടി, വറുത്തിടുന്നതിന് വേണ്ടി ആവശ്യത്തിന് കടുക്. ഇനി നമ്മളൊരു പാൻ എടുത്ത് വെച്ച് സ്റ്റൗ ഓൺ ചെയ്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. അതിലേക്ക് ആവശ്യത്തിന് കടുക് ചേർത്ത് കടുക് പൊട്ടിയതിനു ശേഷം ഉണക്കമുളക് പൊട്ടിച്ച് ചേർക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുകയാണ്. ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക് കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമ്മൾ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഇത് നമ്മുടെ ഇഞ്ചി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുകയാണ്. ശ്രദ്ധിക്കുക, പൊടികൾ ചേർക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെക്കണം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് നമ്മുടെ പൊടികളെല്ലാം നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പിഴിഞ്ഞു വെച്ചിട്ടുള്ള പുളിവെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ശർക്കര ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ആദ്യം 1 പീസ് ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് മധുരത്തിനനുസരിച്ച് നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാം. ഇതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ശർക്കര ഉരുക്കി ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതല്ലെങ്കിലും ഇങ്ങനെ പീസായിട്ടാലും അതിൽ മെൽറ്റായി പോയിക്കോളും. ഇനി നമ്മൾ ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് തിളച്ച് ഇത് കുറുകി വരണം. അപ്പോൾ അതിനുള്ള ടൈം കൊടുക്കുകയാണ്. ഞാനിതിലേക്ക് വീണ്ടും ശർക്കര ചേർക്കുകയാണ്. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഇതേ വലുപ്പത്തിലുള്ള ഒരു 3 പീസ് ശർക്കര കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് മധുരത്തിനനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഇത് കുറച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി വീണ്ടും തിളച്ച് ഇത് നന്നായി കുറുകി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ. ഇപ്പോൾ ഇതാ കുറുകി ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്, ഈ ഒരു തിക്നെസ്സിലായിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമ്മൾ പുറത്ത് വെച്ച് തണുത്താൽ ഇതിലേറെ തിക്കായി വരുന്നതാണ്. അപ്പോൾ ഈ ഒരു പരുവമായാൽ മതി. ഇനി ഇതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവപ്പൊടിയും കുറച്ച് കായം പൊടിയും കൂടി ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ പുളിയിഞ്ചി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഭവമായിട്ട് നമുക്ക് കാണാം. ബൈ.